ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് ആയിട്ടാണ്. നമ്മൾ ഇതിനകത്ത് ഒരു ഓറഞ്ച് ജ്യൂസുകളോ റമ്മോ വൈനോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള ക്യാരറ്റും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ്, അതും ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഇന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും ആ ഒരു ക്രിസ്മസ് കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന, എന്നാൽ ക്രിസ്മസ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്ന് മുക്കി വെക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാത്തൊരു കേക്കാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള ക്യാരറ്റാണ്. അപ്പോൾ ഈ ക്യാരറ്റ് ആദ്യം കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഗ്രേറ്ററിലുള്ള ഏറ്റവും ചെറുതായിട്ടുള്ള ബ്ലേഡ് ഉണ്ടല്ലോ, അതിനകത്ത് വേണം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ബ്ലേഡ് ഇതാണ്, കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുഞ്ഞിതായിട്ട്. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള 2 ക്യാരറ്റും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 2 ക്യാരറ്റും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഏറ്റവും അവസാനമാണ് നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്ത് ഇടാൻ വേണ്ടുന്ന ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം, ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ. അപ്പോൾ ഒരു കൊച്ചു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1/4 കപ്പ് വരുന്ന ഉണക്കമുന്തിരി, അത് പിന്നെ ബ്ലൂബെറി, അങ്ങനെ നമുക്കിപ്പോൾ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയും കശുവണ്ടിയും ഒക്കെയാണ് നമ്മൾ എടുക്കുക സാധാരണ രീതിയിൽ. അപ്പം ഞാനിവിടെ ഈ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ കശുവണ്ടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഒന്ന് നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ കേക്കിനകത്ത് ഈ ഒരു ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കും അത് താഴെ വീണ് കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബോട്ടത്തിൽ വീണ് കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ 4 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 4 മുട്ടയും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് മിക്സിയിലാണെന്നുണ്ടെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം. എത്രത്തോളം നമ്മുടെ ഈ മുട്ട നന്നായി പതഞ്ഞ് അല്ലെങ്കിൽ നല്ല ക്രീമി ആയിട്ട് വരുന്നു, അത്രത്തോളം നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന കേക്കിലെ അളവുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കണം. എങ്കിലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ചെയ്യാനുള്ളത്, നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇത് തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ്. പക്ഷേ ഈ പഞ്ചസാര എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഈ കേക്കിനകത്തോട്ട് ഈ ഒരു മുട്ടയ്ക്കകത്തോട്ട് ചേർക്കരുത്. ആ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പ്രോപ്പറായിട്ടൊന്നും അലിഞ്ഞു വരത്തില്ല, ഇങ്ങനെ തരികളായിട്ട് കിടക്കും. അപ്പോൾ അതും കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേശ്ശെ ചേർത്ത് ഇതിപ്പോൾ അവസാനത്തെയാണ്, 1/4 കപ്പിൽ അവസാനത്തെ ആ ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ ബീറ്ററിലാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ അടിക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് വേണം പഞ്ചസാര ഒന്ന് ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, പിന്നെയും മിക്സിയിൽ അടിക്കുക, അതിനുശേഷം അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് ചെറുനാരങ്ങയുടെ തൊലിയാണ്. ഇത് ചെറുനാരങ്ങ തന്നെ വേണമെന്നില്ല, ഇതിന് പകരം ഓറഞ്ചിൻ്റെ തൊലി അതാണെന്നുണ്ടെങ്കിലും ഞാനത് ഗ്രേറ്ററിൽ ഏറ്റവും കുഞ്ഞ് ബ്ലേഡിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ഓറഞ്ച് സെസ്റ്റ് എന്നാണ് പറയുക. ഞാനിപ്പോൾ ഇവിടെ ലെമൺ സെസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ക്രിസ്മസ് കേക്കിൻ്റെ ഒരു പ്രത്യേക ഒരു മണവും രുചിയൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഓറഞ്ചിൻ്റെ തൊലി ചേർക്കുക എന്നുള്ളത്. അതൊരു 1/2 ടീസ്പൂൺ വരെ ചേർത്താൽ നല്ലതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഓറഞ്ചിൻ്റെ ഈ ഒരു തൊലി ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളഭാഗം എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഉരച്ച് ചിലപ്പം ആ സ്പീഡിൽ ആ ഓറഞ്ചിൻ്റെയോ അല്ലെങ്കിൽ നാരങ്ങയുടെ വെള്ളഭാഗം അതിനകത്ത് വീണാൽ ഭയങ്കര കയ്പ്പ് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് തൊലി മാത്രമാണ് വേണ്ടത്. അങ്ങനെ ഞാനിവിടെ നാരങ്ങയുടെ തൊലി, കണ്ടോ, ഇതിപ്പാണ് നാരങ്ങയുടെ അവസ്ഥ, കണ്ടോ, വെള്ളഭാഗം ഞാൻ എടുത്തിട്ടില്ല, അതിനകത്ത് വീണിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആ ഒരു പച്ച കളർ മാത്രം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുൻപ് ഓറഞ്ചോ നാരങ്ങയോ ഒന്ന് കഴുകി അല്ലെങ്കിൽ തുടച്ചൊന്ന് വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇനി വീണ്ടും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം എന്നില്ല, നമുക്ക് ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട്, വേണമെങ്കിൽ ചേർക്കാം ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ഓയിലാണ്. ഓയിൽ നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ എന്ത് വേണമെങ്കിലും എടുക്കാം, വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ, മണമില്ലാത്ത ഓയിൽ, അത്രയേ ഉള്ളൂ. വെളിച്ചെണ്ണ അങ്ങനെയൊന്നും എടുത്തേക്കരുത്. ഇനി നമുക്കിത് ഒന്നും കൂടെ നന്നായി ബീറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ക്രീമായിട്ട് കിട്ടുന്നോ അത്രത്തോളമാണ് നമ്മുടെ ഈ ഒരു കേക്ക് സോഫ്റ്റ് ആയിട്ട് വരിക.
അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഇത് ലിക്വിഡ് ആയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമുക്കോട് മാറ്റി വയ്ക്കാം. ഇതിനകത്തോട്ടാണ് ഞാൻ ഇനി ബാക്കിയുള്ള പൊടികൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിനകത്തോട്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്കിത് മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാനിവിടെ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് ഇതിനകത്തോട്ട് ഒരു 2-3 നുള്ള് കറുവാപ്പട്ട പൊടിച്ചതാണ്, സിന്നമൺ പൗഡർ എന്ന് പറയും, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് അരിച്ചെടുത്തിട്ടുള്ള പൊടി ഇതിനകത്ത് വീണിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. റോസ് വാട്ടർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക മണവും രുചിയൊക്കെയാണ്. ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ഓർത്ത് അതിൻ്റെ ടെക്സ്ചറിന് വ്യത്യാസമൊന്നും വരാൻ പോകണമെന്നില്ല. പക്ഷേ ടേസ്റ്റ് ഇച്ചിരി കൂടുതലാണെന്ന് മാത്രം. അപ്പോൾ അത് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ക്യാരറ്റും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. വളരെ പതുക്കെ ജെന്റിലായിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മളൊരു കറി ഒന്ന് ഇളക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് വളരെ പതുക്കെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഡ്രൈ നട്ട്സ് ഒക്കെ ചേർത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിനകത്തോട്ട് അല്പം നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കുക. അല്ലെ ബട്ടർ ആണെങ്കിലോ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ എണ്ണയാണ്, സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കിതുപോലെ കേക്ക് ടിൻ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്കിതിന് പകരം നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രമോ ഗ്ലാസ് പാത്രം എടുക്കുമ്പോൾ നല്ല ഒരു കട്ടിയുള്ള ഒരു ഗ്ലാസ് പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചായപാത്രത്തിലൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബട്ടർ പേപ്പറും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. നമുക്ക് അടിയൊന്നും പിടിക്കാതെ നല്ല നീറ്റായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇനി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മേലും ഇതുപോലെ അല്പം എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് തട്ടിക്കൊടുക്കുക. ഇതിനകത്ത് ലെയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. എങ്കിലാണ് കേക്കിൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇനി നമ്മുടെ ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് വെക്കുകയാണ്. ഞാൻ അതിനായിട്ടൊരു പാത്രം ഇവിടെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒരു അടിക്കട്ടിയുള്ള പാത്രം ചൂടാക്കുക. പാത്രമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വയർ റാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം നമുക്കിതൊരു ബേക്ക് ചെയ്തെടുക്കാനായിട്ട്, ഒരു 10 മിനിറ്റ്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി പിന്നെയും ഒരു 35 മിനിറ്റ്. ഇത് ഏകദേശം 45 മിനിറ്റ് സമയമൊക്കെ എനിക്ക് എടുത്തോട്ടോ ഈ കേക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെക്കുന്ന മൂടികയ്ക്ക് ഒരു ഇതുപോലെ ഓട്ടയൊക്കെ കാണുമല്ലോ ആവി പോകാനുള്ള, അങ്ങനത്തെ ഒരു മൂടികയാണ് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഗ്രാമ്പുവിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കുത്തി വെച്ചാലും മതി. നമുക്ക് ആ ഒരു ഓവൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ 35 മിനിറ്റ് കഴിഞ്ഞു. നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത്. ആ ഒരു റോസ് വാട്ടറൊക്കെ ചേർത്തതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകമൊന്ന് കുത്തി നോക്കാം. നോക്കിക്ക് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അകതൊക്കെ വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ കേക്ക്. ഇനി നമുക്ക് ഇത് ചൂടാറട്ടെ. അതിന് ശേഷം ഒന്ന് മറിച്ചിടാം.
അപ്പോൾ അതാ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് മറിച്ചിടുന്നുണ്ട്. ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടോ നല്ല നീറ്റായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഒരു നമ്മൾ ചേർത്തിട്ടുള്ള ഡ്രൈ നട്ട്സ് ഒന്നും താഴെ വന്ന് അടിഞ്ഞു കിടക്കുന്നൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ ആ പൊടി വെച്ചിട്ട് ഒന്ന് ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പം കാണിക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പം ക്രിസ്മസിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നമുക്ക് ഇതിനകത്ത് പ്ലം കേക്കിനകത്ത് ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ജ്യൂസോ റമ്മോ വൈനോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. എന്നോട് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു റമ്മും വൈനും ജ്യൂസും ഒന്നും ഇല്ലാത്തൊരു കേക്ക് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ കേക്കാണിത്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് കാണാം. ഞാനിതിപ്പോൾ സ്പീഡിലൊന്നുമല്ല ഇട്ടിരിക്കുന്നത്, ഒരു നോർമൽ മോഡിലാണ് ഈ വീഡിയോ കാണിക്കുന്നത്. നല്ല സൂപ്പർ സോഫ്റ്റാണ്. കത്തിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇറങ്ങി പോകുന്ന തരത്തിലുള്ള സോഫ്റ്റാണ്. പിന്നെ കേക്ക് എപ്പോഴും ചൂടൊക്കെ ആറിയതിന് ശേഷം മുറിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എക്സ്ട്രാ രുചിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്യാരറ്റ് കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.